എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കോളിഫ്ലവർ കൊണ്ടൊരു ചില്ലി ഉണ്ടാക്കാം. ഒരു 300 ഗ്രാം രൂപയാണിത് കോളിഫ്ലവർ. എന്തൊക്കെ വേണ്ടി നോക്കാം. ഇപ്പോൾ ആദ്യം പിന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. ഇത് നിർബന്ധമില്ല, നമുക്ക് ടേസ്റ്റിന് വേണ്ടിച്ചിടാറുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കടലമാവ് ഇടണം, 2 സ്പൂൺ ഇടാം. കോൺഫ്ലവർ മാവ് 2 സ്പൂൺ ഇടാം. അത് 2 സ്പൂൺ, വലിയ സ്പൂണിലാണ് കടലമാവ്. കോൺഫ്ലവർ മാവും 2 ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ലേശം ഇട്ടിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. സൂപ്പർ ടേസ്റ്റാണ് കോളിഫ്ലവർ പൊക്കവട. ഉപ്പും മുളകൊക്കെ നോക്കാം. കൂടുതൽ ഉപ്പും കുറച്ച് ഒരു പൊടിക്കുണ്ടാവണം, എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. ഒരു 2 മിനിറ്റ് ആവട്ടെ, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കാണിക്കാം. അപ്പം അങ്ങനെ നമുക്ക് കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. മസാല ഇട്ട് വെച്ചാണ് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ മാവ്, കടലമാവ്, അതൊക്കെ ഇട്ട് വെച്ചിട്ട് 5-10 മിനിറ്റ് ആയി. നമുക്ക് ഉണ്ടാക്കാം. മഴയൊക്കെ അല്ലേ, ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. സ്നാക്സാണ് കഴിക്കാൻ. കോളിഫ്ലവർ ചില്ലിയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. അവർ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. കഴിക്കാം. കുട്ടികളൊക്കെ 1-2 അധികം കഴിക്കാം. ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. നല്ല ടേസ്റ്റാണ്. ഉപ്പും മുളകൊക്കെ കറക്റ്റ് പാകത്തിന് പിടിക്കണം. ഇട്ടിട്ട് കോൺഫ്ലവർ പൊടി, കടലപ്പൊടിയൊക്കെ കുറച്ച് 2-3 സ്പൂൺ ഇട്ടാൽ മതി. എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. അധികം ഇട്ടാൽ പിന്നെ അധികമാവും. ഉള്ളതിനനുസരിച്ചിട്ട് ഒരു 1/2 കിലോൻ്റെ ഉള്ളിലൊക്കെ വെച്ച് 3 സ്പൂൺ ഇട്ടാൽ മതി. അതിന് മേലെ ഉണ്ടെങ്കിൽ അതിലധികം കൂടുതൽ ഇടണം. വേണമെങ്കിൽ ഒരു മുട്ട ഒഴിച്ചിട്ട് കൂടി കലക്കാം, മിക്സാക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം, നാരങ്ങ നീര്, എങ്ങനെ മേടിച്ചാൽ അതേപോലെയൊക്കെ ഉണ്ടാക്കാം, മാറ്റി മറിച്ചിട്ടൊക്കെ. നല്ല മണമാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുകൊണ്ടേ നല്ല മണക്ക ചില്ലി കഴിക്കാം. സൂപ്പർ ടേസ്റ്റിൽ.
നല്ല ചുരുങ്ങി വന്നു. വേവായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം, എന്നിട്ട് പറയണം.